Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മള് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? എടുത്തിട്ട് എല്ലാവർക്കും എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? എങ്ങനെയുണ്ടായി മോക്ക് ടെസ്റ്റ് ഒക്കെ? പറ്റുന്നുണ്ടാ? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാ? മൈക്ക് ഓൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ. കേൾക്കണില്ലേ ഞാൻ പറയണത്? കേൾക്കണുണ്ടാ? ഓക്കെയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും? എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് എടുക്കാം. നമുക്ക് ടൈം ഇല്ല, ഈ മാസത്തിനുള്ളിൽ എല്ലാ പോർഷൻസ് കവർ ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാരും ഇന്ന് നമുക്ക് ഒരു വിധത്തിൽ എടുത്ത് തീർക്കാം. പുതിയ ഇംഗ്ലീഷ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇംഗ്ലീഷിന് പകരം ഒരു രമ്യ ടീച്ചർ വരും, പുതിയതായിട്ടൊരു ടീച്ചർ. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാന്ന് അറിയില്ല. രമ്യ ടീച്ചർ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ഇംപ്രൂവിംഗ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അവിടുന്ന് മുതലാണ് എടുക്കേണ്ടത്. എല്ലാവരും ടെക്സ്റ്റ് പേജ് നമ്പർ ഒക്കെ കിട്ടിയവര് പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ കിട്ടിയവര് പറഞ്ഞു കൊടുക്കാം. നമ്മൾ എടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അത് കംപ്ലീറ്റ് ആയി. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കണം. എല്ലാവരും കിട്ടിയവര് പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന്, ഇമ്പോർട്ടൻസ് എന്താണെന്ന്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ അളവെന്ന് പറഞ്ഞ മെഷറിംഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സാറ്റിസ്ഫാക്ഷൻ എന്നത് നമ്മളെല്ലാം പറഞ്ഞപ്പോ എല്ലാം എന്താ ഒക്കെ ഒരുപോലെ തന്നെയാണ്. മെഷറിംഗ് ആണ്, സ്കെയിലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പ്രധാനം എന്താണെന്ന് ചോദിക്കുന്നത്, ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. With the help of patient satisfaction survey, continuous measuring of patient satisfaction and improving patient experience can be attained. It is an invaluable tool to catch patient feedback without much effort. എന്താണ് പറഞ്ഞേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മുന്നേ പഠിച്ചു. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ് ആണ്, ഒരു സ്കെയിൽ ആണ്, ഇൻഡെക്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയറിന്റെ എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു പ്രധാന സ്കെയിലാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മുന്നേ പഠിച്ചതും അല്ലെ. നമ്മൾ മുന്നേ ഫസ്റ്റ് തുടങ്ങി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ പറഞ്ഞു കമ്പാരറ്റീവ് ഫിനോമിനൽ, പ്രതിഭാസമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു ഒരു മെഷർമെന്റ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞു മെട്രിക് ടു സ്കെയിൽ എന്ന് പറഞ്ഞു ഇല്ലേ. എല്ലാവരും ഒന്ന് തന്നെയാണ്, പല പല രീതിയിൽ ഡെഫിനിഷൻ തന്നേക്കണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയണത് എന്താ, ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. ഈ മെഷർമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രാധാന്യം എന്താ,
മൊത്തത്തിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം അളക്കുന്ന ഒരു പ്രധാന സ്കെയിലാണ് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയണേ? പിന്നെന്താ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അതിനെന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോടു കൂടി രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അളക്കാനും രോഗിയുടെ അസുഖം മെച്ചപ്പെടുത്താനും കഴിയും. ഓക്കെ, അപ്പൊ ഇതിന്റെ സർവേ വഴി നമ്മളിങ്ങനെ പേഷ്യന്റിന് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കെയർ കൊടുത്തു. അപ്പൊ പേഷ്യന്റിന്റെ നമ്മൾ ചെന്നറിയാണ് പേഷ്യന്റിന് എങ്ങനെയാണ് തൃപ്തി ഉണ്ടാ, എങ്ങനെയാണ് ഞങ്ങളുടെ ഇത് ഇഷ്ടമായി, നമ്മൾ അങ്ങനെ അറിയും. അതിന്റെ ആ ഒരു സർവേ, അതിന് നമ്മൾ എന്താ പറയാ? സർവേ അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ പേഷ്യന്റിന്റെ ആ സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? നമ്മളെ ഹെൽപ്പ് ചെയ്യണത് രോഗിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തുടർച്ചയായിട്ട് അളക്കാനും പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാനും. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് നല്ല മതിപ്പുണ്ടാവുക അല്ലെ നമ്മളെ കുറിച്ച്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് അളക്കാനും പേഷ്യന്റിന്റെ അസുഖം മെച്ചപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആ പേഷ്യന്റായിട്ട് നമ്മളും ആ പേഷ്യന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെ, നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, നമുക്ക് അവരുടെ അസുഖം പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിയും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർലൈൻ ചെയ്തിടാം. പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടർച്ചയായിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ട്, ഇന്നെങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടിന്യൂസ് നമുക്ക് അത് അളക്കാനും അതിനോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ അസുഖം മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. ഓക്കെ, അത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. അവിടെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോഴാണ്. എന്നാലും നിങ്ങൾ അത് വായിച്ചിട്ടേക്ക്. നമ്മൾക്ക് അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു മെഷർമെന്റ് ആണ്. ഈ മെഷർമെന്റ് പേഷ്യന്റിനെ അളക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ഇതിങ്ങനെ സർവേ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും? തുടർച്ചയായിട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതൊന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, പേഷ്യന്റിനെ അസുഖം പെട്ടെന്ന് മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ? അവരായിട്ട് നമ്മൾ നല്ലൊരു ഇതായി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ മനസ്സും നല്ല കൂളായി നമുക്ക് മരുന്നുകളൊക്കെ കൊടുത്ത് പെട്ടെന്ന് പേഷ്യന്റിനെ റിക്കവർ ആക്കി എടുക്കാൻ പറ്റും. ആ 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് എൻ ഇൻവാല്യുബിൾ ടൂൾ ക്യാച്ച് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ സർവേ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എഫേർട്ട് എടുക്കാറുണ്ട്. നമുക്ക് പേഷ്യന്റിന്റെ ഒരു പ്രയത്നവും ഇല്ലാതെ, ഒരു എഫേർട്ട് എടുക്കാണ്ട് രോഗിയുടെ ഫീഡ്ബാക്ക് കണ്ടെത്താനുള്ള ഒരു അമൂല്യമായ ഒരു ടൂളാണ്, ഇൻവാല്യുബിൾ ആയ ഒരു അമൂല്യമായ ഒരു ഉപകരണമാണ് എന്താ ഈ പറഞ്ഞ മെഷർമെന്റ്. സാറ്റിസ്ഫാക്ഷന്റെ ആ ഒരു മെഷർമെന്റ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് ഇടപഴകി നമ്മള് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി കണ്ടിന്യൂസ് ഇത് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് പറ്റും? നമുക്ക് എഫേർട്ട് എടുക്കാണ്ട് തന്നെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കണ്ടെത്താൻ പറ്റും. എഫേർട്ട് എടുക്കാണ്ട് തന്നെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതിന് കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപകരണമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോളത്തിൽ കൊടുത്തേക്കണം. ഓക്കെ, 5 റീസൺസ് കൊടുത്തിട്ടുണ്ട്. 5 റീസൺസ് വൈ യു ഷുഡ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കേണ്ട 5 കാരണങ്ങൾ, റീസൺസ്. 5 റീസൺസ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കണത്? അതിന്റെ 5 കാര്യങ്ങൾ. ഈ 5 റീസൺ അനുസരിച്ച് വേണം പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അളക്കാനായിട്ട്. ഈ 5 റീസണും ഇമ്പോർട്ടന്റ് ആണ്. കോളത്തിൽ തന്നേക്കണ ഈ 5 റീസണും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പഠിക്കുക. ഇതിന്റെ ഉള്ളിലുള്ളത് പഠിച്ചില്ലെങ്കിലും ഈ പറഞ്ഞേക്കണ 5 കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? പറയണത് മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, മനസ്സിലാവും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാട്ടാ. കാരണം നമ്മളിങ്ങനെ നിങ്ങളെ കാണുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ ഓൺലൈനിൽ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ.
ഞാൻ വെറുതെ ഇവിടെ നിങ്ങളുടെ ഈ പേരുകൾ മാത്രം എനിക്ക് കാണുന്നുള്ളൂ. ഈ പേര് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ പറയണത്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതൊരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാലല്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോഴല്ലേ നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇനി എന്താ 5 റീസൺസ് വൈ ഷുഡ് യു മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള 5 കാരണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേഷ്യന്റിനെ നമ്മൾ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? പേഷ്യന്റിന് ഉയർന്ന തലത്തിലുള്ള പരിചരണം കൊടുക്കണം. ഉയർന്ന തലത്തിലുള്ള പേഷ്യന്റിന് എന്ത് കൊടുക്കണം? പരിചരണം കൊടുക്കണം. അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു കെയർ കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ, അണ്ടർലൈൻ ചെയ്തിടാം. ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്, ടോപ്പിലുള്ള കെയർ, ഏറ്റവും കൂടുതൽ നല്ല കെയർ കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരുടെ എന്താ അവരുടെ പെർഫോമൻസ് അളക്കണം. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എല്ലാ സ്റ്റാഫും അല്ലെ? അവർക്ക് ആ സ്റ്റാഫിന്റെ പെരുമാറ്റ രീതി പോലെ ഇരിക്കും അവിടുത്തെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. അത് മെയിൻ ആണ്. എല്ലാവരെയും അളക്കണം. നമ്മളെ ഓരോ സ്റ്റാഫും, അവിടുത്തെ മെഡിക്കൽ ആയാലും നോൺ മെഡിക്കൽ ആയാലും അവിടെ എല്ലാ സ്റ്റാഫിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കണം ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. അപ്പൊ രണ്ടാമത്തെ മെഷർമെന്റ് എന്താ? ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ആദ്യത്തെ പറഞ്ഞത് നല്ല ടോപ്പിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക, പേഷ്യന്റിന് ആ ഒരു കെയർ സർവീസ് കൊടുക്കുക. രണ്ടാമത് പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫിന്റെ മെഷർമെന്റ്, സ്റ്റാഫിന്റെ പെർഫോമൻസ്. സെക്കൻഡ് പോയിന്റ് ആണ് സ്റ്റാഫിന്റെ പെർഫോമൻസ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താ? ടു നൗ ആംഗ്രി ആൻഡ് മിസ്ഡ് പേഷ്യൻസ്. എന്ന് വെച്ചാൽ എന്താ? ദേഷ്യമുള്ള പേഷ്യൻസ് ഇല്ലേ? ടു നൗ ആംഗ്രി ആൻഡ് മിസ്ഡ് പേഷ്യൻസ്. മിസ്ഡ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ എന്താ പറയാ? മിസ്ഡ് പേഷ്യന്റ് എന്ന് വെച്ചാൽ ദേഷ്യം, ഒരു ഭയങ്കര എടുത്തു കയറ്റി, മുഖമൊക്കെ ഇങ്ങനെ എടുത്തു കയറ്റി, ഭയങ്കര ആരോടും ചിരിക്കില്ല, അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഇല്ലേ? അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ കാണണം. ടു നൗ, ദേഷ്യവും അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ അറിയണം. അവർക്ക് നമ്മൾ അറിഞ്ഞ് അവരെ കൂടെ കൂടുതൽ ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് എന്താ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് മിക്സ്ഡ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ചില പേഷ്യന്റിനൊക്കെ അവർക്ക് ചിലപ്പോ അവർ അസുഖത്തെ കുറിച്ച് അറിഞ്ഞിട്ടാ അങ്ങനെയുള്ള പേഷ്യന്റ് ഒക്കെ ആരോടും വലിയ മിങ്കിളില്ല, ആരോടും അടുക്കാൻ വരില്ല, അവര് എന്ത് പറഞ്ഞാലും ഒരു ഇതില്ല, എന്തിരിക്കണത് അല്ലെ? അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ ആദ്യം അറിയണം. ടു നൗ, അവരറിയണം. അവരറിഞ്ഞ് അവരോട് വീണ്ടും വീണ്ടും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അവരുടെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് അവരെ നമ്മള് സന്തോഷിപ്പിക്കുക. ഇപ്പൊ ഈ മെന്റലി പ്രോബ്ലം ഉള്ള ഹോസ്പിറ്റലൊക്കെ എന്തായിരിക്കും? അവിടെ പല രോഗികളായിരിക്കും അല്ലെ? അവർക്ക് മെന്റൽ പരമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് പല ആൾക്കാരും പല കാറ്റഗറിയിലായിരിക്കും. പക്ഷെ അവിടുത്തെ സ്റ്റാഫിന് എന്താ? അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അവർക്ക് അവരെ ജീവനടക്കം റിസ്ക് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കൊടുക്കണത് എന്താണെന്ന് അറിയോ? എന്താ? ക്ഷമ അവരെ പഠിപ്പിക്കും. ഹ്യൂമിലിറ്റി ആണ് അവര് കറക്റ്റ്. അതനുസരിച്ച് കാരണം എന്താ? ചിലപ്പോ അവര് തലക്കടിക്കും, ചിലപ്പോ നമ്മൾ ഉപദ്രവിക്കും, ചിലപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് അവരിൽ നിന്ന് ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്നു പറഞ്ഞ് അവരെ നമ്മൾ തല്ലി അങ്ങനെയല്ല. അവരെ നല്ല രീതിയിൽ അവരെ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എങ്ങനെയാണ് അവർ നമ്മളുടെ ഇതിലോട്ട് കൊണ്ടുവരാം എന്നുള്ള ട്രെയിനിങ് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും കൊടുക്കും. അപ്പൊ അവരോട് അവരെങ്ങനെ ഇടപെടണം? ഓരോരുത്തരെ പല രീതിയിലായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ അവരുടെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പതുക്കെ ഒറ്റയടിക്ക് നമുക്ക് പറ്റില്ല. പതുക്കെ അവരിലോട്ട് ഇറങ്ങി ചെന്ന് അവരായിട്ട് കൂട്ടുണ്ടാക്കണം. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ടു നൗ ആംഗ്രി ആൻഡ് മിസ്ഡ് പേഷ്യൻസ്. അങ്ങനത്തെ പേഷ്യൻസ്, ദേഷ്യമുള്ള അങ്ങനെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ചിഹ്നം നോക്കിയേ. ആ ചിഹ്നം കാണുമ്പോ തന്നെ അറിയാം ടു നൗ ആംഗ്രി എന്ന് പറയുന്നതിന്റെ മുകളിൽ ഒരു കണ്ടില്ലേ
അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അറിയണം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് മൂന്നാമത്തെ റീസൺ. ഇതൊക്കെ ഈ 5 റീസൺസും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആംഗ്രി ആൻഡ് മിക്സ്ഡ് പേഷ്യൻസ്. ഫോർത്ത് പോയിന്റ് എന്താ? ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ ആ ഒരു പരിചരണം, ആ ഒരു കെയർ മെച്ചപ്പെടുത്താനായിട്ടുള്ള ആ ഒരു പരിശീലനം, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, രോഗി പരിചരണം മെച്ചപ്പെടുത്താം അല്ലെ, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എടുക്കണം. ടു ഇംപ്രൂവ് ചെയ്യാം പേഷ്യന്റിന്. ഇപ്പൊ നമ്മളൊരു കെയർ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കണേലും ഒന്നുകൂടി നമ്മൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും, നമ്മളത് ചെയ്യാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് റീറ്റൻഷൻ റേറ്റ്. എന്താ പറഞ്ഞേ? രോഗിയെ നിലനിർത്താനുള്ള ആ ഒരു മെച്ചപ്പെടുത്തൽ എന്ന് വെച്ചാൽ എന്താ? ഇംപ്രൂവ് പേഷ്യന്റ് റീറ്റൻഷൻ റേറ്റ്. പേഷ്യന്റിനെ നിലനിർത്തുക, അവിടെ തന്നെ നിലനിർത്തി ആ ഹോസ്പിറ്റലിൽ തന്നെ ആ പേഷ്യന്റിന്റെ ആ ഒരു സ്റ്റാൻഡില് ആ ഒരു മൈൻഡ് ഒക്കെ നല്ല ക്ലിയർ ആക്കി അതിന്റെ നിരക്ക്. ഇത് നമ്മൾ ഈ 5 പോയിന്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതിന്റെ ഉള്ളിൽ കണ്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നും 1 by 2 ആയിട്ട് ഇങ്ങനെ കൊടുക്കണുണ്ട്. കണ്ട, 1 പിന്നെ 2 ഉണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ടൈം പോകും. 3 കണ്ട എല്ലാരും ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റീറ്റൻഷൻ. അപ്പൊ എല്ലാം ഇതിലുണ്ട്. അപ്പൊ നമ്മൾ 5 പോയിന്റ് ഇതിലുള്ളത് നിങ്ങൾ പഠിക്കുക. 5 പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേന്നുള്ളത് നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 1 നമ്മൾ പഠിച്ചു. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. പേഷ്യന്റിന് ഉയർന്ന തലത്തിലുള്ള ആ ഒരു കെയർ കൊടുക്കണം, ആ കെയർ സേവനം ചെയ്യാം, അങ്ങനെ ഒരു പരിചരണം കൊടുക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് എന്താ? ടു പ്രൊവൈഡ് top tier patient care services. Measuring patient satisfaction help the hospital ascertain the areas of improvement and centers on to provide better patient care services. Achieving a high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staff. എന്താ അത്രയും നമുക്ക് നോക്കാം. എന്താ അവിടെ പറഞ്ഞേക്കണേ? മെഷറിംഗ് പേഷ്യന്റ് എല്ലാം എടുത്താലും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തെടുത്താലും മെഷറിംഗ് സ്കെയിൽ അങ്ങനെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണിത്, അളക്കലല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു മെഷർമെന്റ്, ആ ഒരു അളക്കൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയണേ? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ്, ഉയർന്ന തരത്തിലുള്ള പേഷ്യന്റിന് ആരോഗ്യ പരിചരണം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. മെഷറിംഗ് പേഷ്യന്റ് ഹെൽത്ത് ഹോസ്പിറ്റൽ അസർട്ടൈൻ ദ ഏരിയാസ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നത് മെച്ചപ്പെട്ട രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിനുള്ള എന്താണോ അത് നൽകുന്നതിനുള്ള മേഖലകൾ അത് മെച്ചപ്പെടുത്തുക. പ്രൊവൈഡിങ് ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസസ്. ഒന്നുകൂടി പറയാം, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട കൂടുതൽ ഉള്ള ഏറ്റവും നല്ല ഒരു മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ സേവനങ്ങൾ നമ്മൾ കൊടുക്കാം, ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കാം. അപ്പൊ പേഷ്യന്റിന് നമ്മൾ ഏറ്റവും നല്ല മികച്ച നമ്മൾ ആ ഹോസ്പിറ്റലിലുള്ള ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് സേവനങ്ങൾ നമ്മൾ പേഷ്യന്റിന് നൽകുക. അത് നൽകണതിന്റെ ആ ഒരു മേഖലകൾ നൽകണേന്ന് വെച്ചാൽ പല ഇതിലുണ്ടാവും അല്ലെ. നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും പേഷ്യന്റിനെ കെയർ കൊടുക്കാം. അപ്പൊ ആ പേഷ്യന്റിന് മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കെയർ കൊടുക്കണ മേഖലകള് എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ടാവും വിധം അവിടെ എന്തൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും അതിനെ കേന്ദ്രീകരിച്ചിട്ട് മാത്രം നമ്മൾ എന്താ പേഷ്യന്റിന് കൊടുക്കണേ, ആ ഒരു കെയർ എന്താ, അതിനെ മാത്രം കേന്ദ്രീകരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പ്രൊവൈഡ് ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസ്, പേഷ്യന്റിന് നല്ല ഒരു ബെറ്റർ കെയർ കൊടുക്കാം. അത്രേ ഉള്ളൂ. ടോപ്പ് കെയർ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു രോഗി പരിചരണം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ളത്. ഏറ്റവും മുകളിൽ വെച്ചാൽ എന്താ? അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ സർവീസ് നമ്മള് പേഷ്യന്റിന് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് ആൻഡ് സെന്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കേന്ദ്രീകരിക്കുക, അതിനെ മാത്രം നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് കൊടുക്കണം അതിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട്
അത് നമ്മൾ എത്ര മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നോക്കാം. Achieving high level of satisfaction directly depend high quality patient care services given by the team of specialized doctors and staff. അവിടെ എന്താ പറഞ്ഞേക്കണേ? നിലവാരത്തിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നിലവാരം, അത് കൈവരിക്കുന്നതിന് ആരുടെയൊക്കെ ഹെൽപ്പ് വേണം? വിദഗ്ധ ഡോക്ടർമാരുടെയും ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും പിന്നെ ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണ സേവനങ്ങളെ നേരിട്ട് ആശ്രയിച്ചിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞു, പേഷ്യന്റിന് ഉയർന്ന തരത്തിലുള്ള എന്ത് കൊടുക്കണം? ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊടുക്കണം. ഈ ഹെൽത്ത് കെയർ ഉയർന്ന തരത്തിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാ പോരാ, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അതിന് മെച്ചപ്പെട്ട മേഖലകൾ എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇവിടെ പറയണത്? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഗിവൺ ബൈ ടീം. ആർക്കൊക്കെ കൊടുക്കണത്? ഗിവൺ ബൈ ടീം ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ വിദഗ്ധ ഡോക്ടർമാര്, സ്പെഷ്യലൈസ്ഡ് ഉള്ള ഡോക്ടർമാര്, അല്ലെ? ഇപ്പൊ ഒരു പേഷ്യന്റിന് ക്യാൻസർ ആയിട്ട് വന്നാണെങ്കിൽ ആ ക്യാൻസറിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ, നമ്മളെല്ലാ ഡോക്ടർമാരും ഫിസിഷ്യൻ വന്നുകൊണ്ട് ക്യാൻസർ പേഷ്യന്റിനെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. ക്യാൻസറിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ഉണ്ടാവും. ഓങ്കോളജി അല്ലെ? ഓങ്കോളജിയിലെ ക്യാൻസർ വിഭാഗത്തെ പറയുന്നത്. അപ്പൊ ഓങ്കോളജിയിലെ ഡോക്ടർ, അവിടുത്തെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഡോക്ടർക്ക് വേണം നമ്മുടെ ആ പേഷ്യന്റിനെ കൊടുക്കാനായിട്ട്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ വേണം. പിന്നെ ആര് വേണം? അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാര് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന എല്ലാവരെയും ആ ഒരു സപ്പോർട്ട് വേണം. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന് മെച്ചപ്പെട്ട നിലവാരമുള്ള ആ ഒരു ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. The entire staff must consider patient with warmness from the receptionist who arranges the appointment, doctors providing the right treatment to the nurse taking vital starts of the patient. ഇവിടെ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു നിലവാരത്തിലുള്ള പേഷ്യന്റിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഇത് കിട്ടണമെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ നല്ല വിദഗ്ധ ഡോക്ടർമാർ വേണം, അവിടുത്തെ സ്റ്റാഫുമാര് ആ ഒരു സപ്പോർട്ട് വേണം, അല്ലെ? അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന റിസപ്ഷൻ ശരിയായി അപ്പൊ ഇതിന് ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പൊ അതിന് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ വേണം. അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു, ആ സ്റ്റാഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ സ്റ്റാഫിൽ ആരൊക്കെ പെടും? അതാണ് ഇനി പറയണത്. ആരാ? അവിടുത്തെ റിസപ്ഷനിസ്റ്റ്, വാംനെസ് ഫ്രം ദ റിസപ്ഷനിസ്റ്റ് ഹു അറേഞ്ച് അപ്പോയിന്റ്മെന്റ്. നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്ന അവിടുത്തെ ഹോസ്പിറ്റലിൽ അവർ വരുമ്പോഴുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റ്, ശരിയായി ചികിത്സ നൽകുന്ന ഡോക്ടർ, അവരും അവിടുത്തെ സ്റ്റാഫിൽ പെട്ടതല്ലേ? അപ്പൊ റിസപ്ഷനിസ്റ്റ് പെടും, ശരിയായിട്ട് ചികിത്സ നൽകുന്ന ഡോക്ടർ, ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാല് ടോപ്പ് ടയറാണ് പേഷ്യന്റിന് കൊടുക്കണത്, ഏറ്റവും മെച്ചപ്പെട്ട കെയർ സർവീസാ കൊടുക്കണേ. അപ്പൊ അതിനനുസരിച്ച് നല്ല അറിവുള്ള ഡോക്ടർ ആയിരിക്കണം. ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് റൈറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, പിന്നെ ആര് വേണം? സുപ്രധാന സ്ഥിതി വിവരണങ്ങള് എന്ന് വെച്ചാല് അതാണ് ഇവിടെ പറഞ്ഞത്. നഴ്സ് ടേക്കിംഗ് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ്, പ്രധാനപ്പെട്ട പേഷ്യന്റിന് വേണ്ട കാര്യങ്ങൾ. സ്ഥിതി വിവരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? കണക്കുകൾ, പേഷ്യന്റിന്റെ ഇപ്പൊ എക്സ്റേ ആയാലും അതിനൊക്കെ ആയാലും നല്ല ടോപ്പ് ആയിട്ടുള്ളത്, അങ്ങനത്തെ കെയർ പേഷ്യന്റിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ടു പ്രൊവൈഡ് ടോപ്പ് കെയർ പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് പേഷ്യന്റിന് മെച്ചപ്പെട്ട സർവീസ് കൊടുക്കുക. ഈ മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാനായിട്ട് ഒരുപാട് മേഖലകൾ ഉണ്ട് ഹോസ്പിറ്റലിൽ തന്നെ. ആ മേഖലകൾ മെച്ചപ്പെടുത്താം. ആ മേഖലകൾ പറയുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടറും അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫും. ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ആരൊക്കെ പെടും? റിസപ്ഷനിസ്റ്റ് പെടും, പിന്നെ ഡോക്ടർ പ്രൊവൈഡിങ് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണ ഡോക്ടർ പെടും, അതുപോലെ നഴ്സ്, അവിടുത്തെ ടു ദ നഴ്സ് ടേക്കിംഗ് ഇമ്പോർട്ടന്റ് വഹിച്ചത്, അവിടുത്തെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണ നഴ്സും പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഹോസ്പിറ്റൽസ് to do enhance patient care services. എന്താണ് അവിടെ പറഞ്ഞത്? പേഷ്യന്റിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റൽ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഹോസ്പിറ്റൽ to do to enhance patient care services. Enhance വെച്ചാൽ
കൂടുതൽ വർദ്ധിപ്പിക്കാൻ, പേഷ്യന്റിന്റെ കെയർ സർവീസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു 5 പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തിട, ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്? എന്താ? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. ഒന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങള് ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നല്ലെങ്കിൽ ഓപ്ഷൻസ് ബേസിൽ ചോദിക്കും, MCQ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഫുള്ള് തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതിലൊരെണ്ണം റോങ് തന്നിട്ട് ചോദിക്കും. പേഷ്യന്റിന്റെ കെയർ സർവീസ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് കേൾക്കുന്നവർ അണ്ടർലൈൻ ചെയ്തിടാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഇത് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്? പേഷ്യന്റിന്റെ കെയർ സർവീസ് വർദ്ധിപ്പിക്കാനായിട്ട്, കൂട്ടാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം. എന്താ? കൃത്യസമയത്ത് പേഷ്യന്റിന്റെ എന്ത് കഴിയണം? ഡയഗ്നോസ് കണ്ടെത്തണം. പേഷ്യന്റിന്റെ രോഗം കണ്ടുപിടിക്കണം. രോഗനിർണയം ശരിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു മാർഗം, കറക്റ്റ് വേ, കറക്റ്റ് ഉള്ള ആ ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലെ? ഫോളോ ചെയ്യണം. എന്താ ഫോളോ ചെയ്യണേ? കറക്റ്റ് വേ, കറക്റ്റ് വഴി തെളിയിക്കണം. എന്ത് വഴിയാ? ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം എന്ന് വെച്ചാല് കൃത്യസമയത്ത് പേഷ്യന്റിന് എന്താണ് അസുഖം എന്ന് കറക്റ്റ് കണ്ടുപിടിക്കണം, അല്ലെ? ഇപ്പൊ നമ്മൾ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ അപ്പൊ തന്നെ അറിയില്ല. ചില പേഷ്യന്റിന് മാത്രം, ഒരു അപൂർവം, ഒരു 100-ലെ ഒരു 5% മാത്രമാണ് തുടക്കത്തിൽ ക്യാൻസർ അറിയുന്നത്. അല്ലാതെ മിക്ക പേഷ്യന്റ് എങ്ങനെയായിരിക്കും ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 70% സ്പ്രെഡ്, ബോഡി മൊത്തം സ്പ്രെഡ് ആയതിനു ശേഷമാണ് നമ്മൾ അറിയണത്, അല്ലെ? നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞ് പേഷ്യന്റും കൂടി അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി പേഷ്യന്റ് അങ്ങോട്ട് ഡൗൺ ആവും, അല്ലെ? ഇതിന് റെസിസ്റ്റന്റ് പവർ ആണ് കൂടുതലും വേണ്ടത്. പക്ഷെ നമ്മൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റെസിസ്റ്റന്റ് പവർ ഒക്കെ നമ്മളുടെ ധൈര്യം ചോർന്നു പോകും. അപ്പൊ നമ്മുടെ റെസിസ്റ്റന്റ് പ്രതിരോധ ശക്തി അങ്ങോട്ട് കുറയും, അല്ലെ? പ്രതിരോധ ശക്തിയുടെ അനുസരിച്ചാണ് 3 ദിവസത്തിലെ ആയുസ് എന്ന് പറയും, ക്യാൻസറിനൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ ഇതറിഞ്ഞ് അപ്പൊ തന്നെ പേഷ്യന്റ് അറിഞ്ഞ്, അപ്പൊ പേഷ്യന്റിന് ഒന്നും കൂടി നല്ല ഒരു ആരോഗ്യ ഹെൽത്തി ആയിട്ടിരുന്ന പേഷ്യന്റ് തനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നതോടുകൂടി പദ്ധതി ഡൗൺ ആവും. പിന്നെ അവർ ചെക്കപ്പ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ ചേരുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയും മൊത്തം സ്പ്രെഡായി എന്ന് പറയും, അല്ലെ? അപ്പൊ ഒന്നും കൂടിയും ടെൻഷനാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇത് പോണത്. പക്ഷേ നമ്മൾക്ക് മനസ്സിലായി എനിക്കൊരു ക്യാൻസറിന്റെ, നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും എന്തുണ്ട്? ക്യാൻസറിന്റെ ആ ഒരു വൈറസ് ഉണ്ട്, അല്ലെ? ആ ഒരു സാധനം എല്ലാവരും ഇതിലുണ്ട്. അത് ചിലവർക്ക് വികസിച്ച് കൂടുതൽ വന്ന് ക്യാൻസർ ആയിട്ട് മാറുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഇതിലെന്താ പറയണേ? നമ്മള് തുടക്കത്തിൽ തന്നെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ആ സമയത്ത് തന്നെ നമ്മുടെ അസുഖം കണ്ടുപിടിച്ച് അതിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെ? അപ്പൊ പക്ഷെ നമ്മൾ അങ്ങനെ ചെറിയ തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? തലവേദന അല്ലേ, അത് വല്ല ജലദോഷത്തിന്റെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കും. ചിലപ്പോ ഈ തലവേദന ആയിരിക്കും സിംപ്റ്റം ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. നമ്മളപ്പോ ഡോക്ടറെ അടുത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ആ കൃത്യസമയത്ത് അറിയായിരുന്നു. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എല്ലാവരും നമ്മൾ അങ്ങനെയാണ്. അപ്പൊ അതാ ടു ഫോളോ കറക്റ്റ് വേ. കറക്റ്റ് വഴി എന്താ? ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. ആ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ്, രോഗനിർണയം എന്താണെന്ന് കണ്ടുപിടിക്കണം, ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് എന്താ? ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താ? ഡോക്ടറിന്റെ ആ ഒരു ഇത് ആക്സസ് എന്ന് വെച്ചാൽ പ്രവേശനം, ഡോക്ടറുടെ പ്രവേശനം എന്ന് വെച്ചാൽ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിസിഷ്യനെ കണ്ടു, അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം? പേഷ്യന്റിന്റെ ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം, അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യണം, ഇൻക്രീസ് വർദ്ധിപ്പിക്കണം. എന്ന് വെച്ചാൽ ആക്സസ് ടു ഫിസിഷ്യൻ എന്ന് വെച്ചാൽ ഫിസിഷ്യനെ കണ്ടിട്ട് പ്രവേശനം, ഡോക്ടറെ നമ്മൾ പെട്ടെന്ന് കാണാം. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു, കൃത്യസമയത്ത് നമ്മൾ ചെന്നു, നമ്മൾക്ക് മനസ്സിലായി എനിക്ക് ഇന്ന അസുഖമുണ്ടെന്ന്. അപ്പൊ തന്നെ അതിന് പറ്റിയ ഫിസിഷ്യൻ ആരാണോ നമ്മൾ പോയി കണ്ടിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങള് ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ചെയ്യാം.
ഓക്കെ, മൂന്നാമത് പറയുന്നത് റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. എന്താ? ശരിയായ ചികിത്സ കൊടുക്കണം. റൈറ്റ് ട്രീറ്റ്മെന്റ്, കറക്റ്റ് വേ അല്ലെ. ചിലവരെന്താ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കുറെ കഴിയുമ്പോഴായിരിക്കും ഇന്ന അസുഖമല്ലാന്ന് അറിയണത്. കുറെ കാശ് ഹോസ്പിറ്റലിൽ കളഞ്ഞു, കുറെ ഇഞ്ചക്ഷൻ ചെയ്തു, പേഷ്യന്റിന്റെ ബോഡിയൊക്കെ കുത്തി കുത്തി ബൾജായി ഭയങ്കര വീക്കായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പേഷ്യന്റിന് അതല്ല അസുഖം അല്ലെ. അപ്പൊ ഏതാണോ അസുഖം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി കറക്റ്റ് റൈറ്റ് ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കുക. അതിന് വേണ്ടി തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്, ശരിയായിട്ട് ചികിത്സ കൊടുക്കണം, നിർദ്ദേശിക്കണം. പിന്നെന്താ? ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എന്താ അതിന്റെ കാര്യങ്ങൾ എന്താ പറഞ്ഞേ? ശരി, ചെലവ് കുറഞ്ഞ കാര്യങ്ങൾ, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. ഓഫർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ചില ഹോസ്പിറ്റലൊക്കെ ഭയങ്കര കാശായിരിക്കും അല്ലെ, ക്യാഷിന്റെ പ്രോബ്ലം. അപ്പൊ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റില്ല പെട്ടെന്ന് നല്ല. അപ്പൊ അവർക്ക് ആ കാശ് കുറഞ്ഞ എഫക്റ്റീവായ നല്ല, എന്നാൽ കാശ് കുറവാണെങ്കിലും നല്ല എഫക്റ്റീവ് ആയത്, അത് ഓരോ ഹോസ്പിറ്റലിന്റെ കാര്യം അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ 2 കൊച്ചാപ്പമാർക്ക് 2 പേർക്കും ഒരേപോലെ അറ്റാക്ക് വന്നു. ഒരാൾക്ക് തലേന്ന് അറ്റാക്ക് വന്നു, ഒരാൾക്ക് പിറ്റേന്ന് വന്നു. 2 വീടും അടുത്തടുത്താണ്. അപ്പൊ ഒരു കൊച്ചാപ്പ ഭയങ്കര കാശൊക്കെ കുറവാണ് എന്നുവെച്ചാ ആ കൊച്ചാപ്പാക്ക് കഴിവുണ്ടായില്ല. മറ്റേ കൊച്ചാപ്പാന്ന് വെച്ചാൽ അതിന്റെ മക്കളൊക്കെ ഗൾഫിലും നല്ല കാശ് വരെയായിരുന്നു. പക്ഷെ ഈ കാശ് കുറഞ്ഞ കൊച്ചാപ്പാക്ക് എന്താ ഒരു ചെറിയ മൈനർ അറ്റാക്കാ വന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഹോസ്പിറ്റലിൽ എത്തി സംസാരിച്ച് ഒരു കുഴപ്പവും ഇല്ലാണ്ട് പോയി. 2 പേരെയും ഒരേ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. മറ്റേ കൊച്ചാപ്പാക്ക് ഭയങ്കര സീരിയസ് ആയി, ബോധമൊക്കെ പോയി, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആംബുലൻസിലാണ് ആ കൊച്ചാപ്പാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതേ ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചു. 2 പേരും അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ വന്നോണ്ട് പറഞ്ഞു ഇവർക്ക് 36,000 രൂപയുടെ 35,000 രൂപയുടെ കണ്ട് 2 പേർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർ 2 പേര് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ ആ സീരിയസ് ആയ കൊച്ചാപ്പാക്ക് അപ്പൊ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ അവരെ മക്കൾക്ക് കാശൊക്കെ അയച്ചു കൊടുത്തു. ഇവർക്ക് കാശ് ഹോസ്പിറ്റലിൽ കാശ് കെട്ടിയാലാ പേഷ്യന്റിന് ഇതൊക്കെ ആയിരുന്നു. ചില ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ബിസിനസ് ആണ്, എല്ലാവർക്കും ക്യാഷ് ആക്കുന്നതാണ്. അപ്പൊ അവർക്ക് എന്ത് പറ്റി? ഈ കൊച്ചാപ്പാട് സീരിയസ് ആയ കൊച്ചാപ്പാടെ കാശ് അപ്പൊ തന്നെ കെട്ടി അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഈ കൊച്ചാപ്പ ആൾക്കാരോടൊക്കെ ചോദിച്ച് കാശിന്റെ കാര്യം ഇവരെ വീട്ടുകാര് മക്കളൊക്കെ പഠിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പതുക്കെ, എന്നാലും അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതിന് വലിയ ഇതില്ല, വർത്താനം പറയണ്ട്, നല്ല ചെറിയൊരു മൈനർ അറ്റാക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാശുള്ളപ്പോ ഇഞ്ചക്ഷൻ എടുക്ക്, അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് ഇഞ്ചക്ഷൻ എടുത്താലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കൊച്ചാപ്പാക്ക് അന്നൊരു ദിവസം ആൾക്കാരൊക്കെ പിരിവിട്ടെങ്കിലും വൈകുന്നേരം രാത്രി സമയത്താണ് ഈ കൊച്ചാപ്പാക്ക് കിട്ടിയത്. ആ സമയത്ത് മരുന്ന് എടുത്തില്ല. പിറ്റേ ദിവസമാണ് ഇവര് മരുന്ന് എടുത്തത്. മരുന്ന് എടുത്തപ്പോഴേക്കും ഈ കൊച്ചാപ്പ മരിച്ചു. സീരിയസ് ആയ കൊച്ചാപ്പ രക്ഷപ്പെട്ടു. അപ്പൊ കാശ് അപ്പൊ തന്നെ ഇതിനും കൂടി കെട്ടിയിരുന്നെങ്കിൽ ഇത് രക്ഷപ്പെടുത്താനായിരുന്നു. അപ്പൊ അതാ പറഞ്ഞാൽ നമ്മള് ഒരേ ഹോസ്പിറ്റലിൽ പല പ്ലാൻസ് ആയിരിക്കും അല്ലെ. ചില ഹോസ്പിറ്റലൊക്കെ നമ്മുടെ വീട് ആധാരം പണയം വെച്ചാൽ പോലും നമ്മുടെ ജീവൻ കിട്ടില്ല, അത്രയും ഇതായിരിക്കും. പക്ഷെ ചില ഹോസ്പിറ്റലിലുണ്ട് നല്ല ട്രീറ്റ്മെന്റ് എങ്കിലും കാശ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്, നല്ല എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതാ ഇവിടെ പറഞ്ഞ ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് വേണം. ചെലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്, എന്നാലും അത് എങ്ങനെ ആയിരിക്കണം? നല്ല എഫക്റ്റീവ് ആയിട്ടിരിക്കും. ഓക്കെ, അത് ഹോസ്പിറ്റലുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും ആ ഹോസ്പിറ്റൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റിന്റെ കെയർ സർവീസ് ചെയ്യാൻ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണമെന്നല്ലേ? അപ്പൊ ഹോസ്പിറ്റലുകാർ എന്താ അവിടത്തെ എത്ര കോസ്റ്റ് കാശ് കൂടുതലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ചെലവ് കുറഞ്ഞ രീതിയിൽ ഫ്രീ ആയിട്ട് വേണമെന്നല്ല. അത് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്ലാൻസ് ട്രീറ്റ്മെന്റ് പ്ലാന് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ 4 പോയിന്റ് പഠിച്ചു. 5-മത്തെ എന്താ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. എന്താ? ടു പ്രൊവൈഡിന്റെ അതെന്ത് ചെയ്യണം? ക്വാളിറ്റി കെയർ കൊടുക്കണം. ഡിസ്ചാർജ് കഴിഞ്ഞ് പോസ്റ്റ് ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് പോകുമ്പോഴും നല്ല ക്വാളിറ്റി, അതിന്റെ ഗുണനിലവാരം, പേഷ്യന്റിന് നല്ല ആ ഒരു കെയർ എങ്ങനെ കൊടുത്തത്, ഗുണനിലവാരമുള്ള നല്ല, പോയാലും പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ആ ഒരു ഇത് ഡിസ്ചാർജ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അപ്പൊ അതിൽ 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് പേഷ്യന്റിന്റെ കെയർ സർവീസ് വർദ്ധിപ്പിക്കാനായിട്ട്. ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 5 നന്നായിട്ട് പഠിക്കാം.
ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ നല്ല കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം, കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം. രണ്ടാമത് പറഞ്ഞത് ഫിസിഷ്യനെ കണ്ടുപിടിച്ചിട്ട് ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ചെയ്യാം. മൂന്നാമത്തെ റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ്, ശരിയായ ട്രീറ്റ്മെന്റിന് റെക്കമെൻഡ് ചെയ്യാം. നാലാമത്തെ ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, എന്നുവെച്ചാൽ ചെലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻസും അതും എഫക്റ്റീവ് ആയത് കൊടുക്കാം. അഞ്ചാമത്തെ പോയിന്റ് പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ പേഷ്യന്റിന് നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി ഉള്ള ആ ഒരു കെയർ കൊടുക്കണം. ഓക്കെ, 5 പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. ഇപ്പൊ ഒരുപാട് പേര് കൺസെപ്റ്റ് ഇട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ആവുമ്പോ നമുക്ക് ക്ലാസ് എടുക്കാനും ഒരു എനർജി ആയിരിക്കും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം, അതിന്റെ കാര്യങ്ങൾ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്, പേഷ്യന്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, കുറച്ച് പേര് 2 പേഷ്യന്റ് ഉണ്ട്. നമ്മൾ ആ പേഷ്യന്റിന്റെ എന്താ അതിനെ കേന്ദ്രീകരിച്ചിട്ട് പേഷ്യന്റിനെ മാത്രം നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ആ ഒരു കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് 5 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോളത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാ? ഫസ്റ്റ് വൺ എന്താ? ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ടൈംലി ഡയഗ്നോസിസ്, അതാണ് അവിടെ വന്നത് അല്ലെ? നിങ്ങൾ ഗൈഡ് മേടിച്ചാ, നിങ്ങൾ ഗൈഡിൽ ഉണ്ട് ഇതൊക്കെ. ഗൈഡിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഗൈഡ് ഉള്ളവര് ഗൈഡ് പഠിക്കേണ്ട, നന്നായിട്ട് ഗൈഡ് പഠിച്ചോ. ഓരോ പാഠത്തിലും ഗൈഡ് പഠിക്കാം. അപ്പൊ ഈ ഇതില് ഗൈഡിൽ ഈ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല ഗൈഡിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിലുള്ളത്. അപ്പൊ ഈ പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ പിക്ചറിൽ കാണുന്നതൊക്കെ നിങ്ങൾ മൈൻഡിൽ അപ്പൊ തന്നെ പകർത്തി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലത് തരികയും പഠിയും. എക്സാം വരുമ്പോ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ചാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു 2 അറ്റാക്ക് വന്ന പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു ക്ലിക്ക് ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഒരാൾ കാശുള്ളവർ പോയി, ഒരാൾ കാശില്ലാത്തവര്. അപ്പൊ 2 പേർക്കും നല്ലൊരു ക്വാളിറ്റി കൊടുക്കണം. എന്താ നമ്മൾ 4ാമത്തെ പോയിന്റ് ഒക്കെ പഠിച്ചത്? ഓഫർ കോസ്റ്റ്, കാശ് കുറച്ച് കൊടുത്ത അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ട്രിക്കിൽ പഠിക്കാം. എനിക്ക് പല ഈ പോർഷൻ ടോപ്പിക് മാത്രമല്ല, ഒരുപാട് ടോപ്പിക് ഉണ്ടെന്ന് എനിക്കറിയാം, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയേ, ഒക്കെ സിമ്പിൾ ആയിരിക്കും അല്ലെ? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോണവരാ, ഹോസ്പിറ്റലിൽ പോകാത്ത ഒരാളില്ല. അപ്പൊ നമ്മളുടെ ലൈഫായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഉറങ്ങാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എക്സാം ജനുവരി 25 ഞങ്ങൾക്ക് പോർഷൻസ് തീർക്കണം എന്നാണ്. എന്നാലും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ എന്താണ്? അതിന്റെ 5 കാര്യങ്ങൾ നമുക്ക് അതൊന്ന് നോക്കാം. ഈ 5 കാര്യങ്ങൾ ഉള്ളിലുള്ളത്. ഒന്നാമത്തെ ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്, എന്ന് വെച്ചാൽ രോഗത്തിന്റെ ആ ഒരു ടൈമിൽ സംവിധാനം, ആ ടൈമിൽ തന്നെ രോഗം നിർണ്ണയിക്കണം. നമ്മൾ ഫസ്റ്റ് പോയിന്റ് മറ്റേല് പറഞ്ഞില്ലേ, കൃത്യസമയത്ത് രോഗി പരിചരണം കൊടുക്കണം എന്ന്. അത് തന്നെയാണ് ഫോളോ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം. അത് സെയിം തന്നെയാണ് ടൈംലി ഡയഗ്നോസിസ്, കറക്റ്റ് ടൈമിൽ തന്നെ അസുഖത്തിനെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, രണ്ടാമത് എന്താ? ഇൻക്രീസ് ആക്സസ്, അത് തന്നെ ഫിസിഷ്യൻ. ഈ 5 പോയിന്റും അത് തന്നെയാണ്, സെപ്പറേറ്റ് ഒന്നുമില്ല. രണ്ടാമത് പറയണത് എന്താ? രണ്ടാമത് പറഞ്ഞത് ഡോക്ടർമാരിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. നേരത്തെ പറഞ്ഞത് തന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞില്ലേ? ഈ 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് നിങ്ങൾ മറക്കരുത് മക്കളെ. ഇതിലിരിക്കുന്ന 33 പേർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം. അത്രയും എഫേർട്ട് എടുത്ത് ഞാനിത് പറയണത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ. അപ്പൊ പിന്നെ രണ്ടാമത്തെ നമ്മൾ ഫിസിഷ്യന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഡോക്ടർമാരിലേക്കുള്ള ആ ഒരു പ്രവേശനം വർദ്ധിപ്പിക്കുക. പിന്നെന്താ? മൂന്നാമത് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കെയർ, കോസ്റ്റ് എഫക്ട് എന്ന് വെച്ചാൽ ചെലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്. നാലാമത് അതിൽ പറഞ്ഞതാണ്, ഇതിൽ മൂന്നാമത് പറഞ്ഞത് എന്താ? ഓർഡർ എന്തെങ്കിലും ആയിക്കോട്ടെ, സെയിം പോയിന്റ് തന്നെ, ഓർഡർ നമ്മൾ നോക്കണ്ട. അപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിലും എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി കെയർ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതാണ് ഇവിടെ മൂന്നാമത്തെ. ഗീവ് ദ നെക്സ്റ്റ് എന്താ? അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ?
ലവ് ആൻഡ് ഗീവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹവും പിന്തുണയും കൊടുക്കുക. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. അതൊരെണ്ണം എക്സ്ട്രാ പോയിന്റ് ആണ്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുക? സ്നേഹവും പിന്തുണയും കൊടുക്കുക. അവരെ കൂടെ നിൽക്കാം. നമ്മൾ പേഷ്യന്റിന്റെ കൂടെ, പേഷ്യന്റ് വന്നാൽ നമ്മുടെ ഒരു അംഗമായിട്ട് നമ്മുടെ കൂടെ നിർത്താം. അവർക്ക് തോന്നരുത് ഞാനൊരു പേഷ്യന്റ് ആണെന്ന്, അല്ലെ? അപ്പൊ അവരെ കൂടെ നിന്ന് അവരെ പരിചരിക്കുക. കൂടി വന്നാൽ അവരൊക്കെ എത്ര നാളുണ്ടാവും നമ്മുടെ ഹോസ്പിറ്റലിൽ? നമ്മൾ വർക്ക് ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകും. നമുക്ക് പിന്നെ പുതിയ പേഷ്യന്റ് വരും, വീണ്ടും അവര് പോകും. ഇങ്ങനെയാണ് നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ഹോസ്പിറ്റലിൽ ആര് സ്റ്റാഫ് ആയാലും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മുടെ അടുത്ത് ആര് വന്നാലും നമ്മുടെ സ്വന്തം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ കണക്കാക്കാം. അപ്പൊ സ്നേഹവും പിന്തുണയും കൊടുക്കുക. ആര് വന്നാലും പേഷ്യന്റിന് സ്നേഹവും പിന്തുണയും കൊടുക്കുക. ഇതും പറഞ്ഞ് സ്നേഹവും പിന്തുണയും കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യന്റും പോയി സ്നേഹവും പിന്തുണയും കൊടുക്കണമെന്നല്ല, അതിന് വേറെ അർത്ഥമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് 5ാമത്തെ എന്താ? ടു റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. എന്ന് വെച്ചാല് അനാവശ്യ ഫോളോ അപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സന്ദർശനം കുറക്കാം. അനാവശ്യമായിട്ട് ഫോളോ എന്തെങ്കിലും വിസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആവശ്യമില്ലാത്തതാണ്. റെഡ്യൂസ് ചെയ്യാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റില് നിങ്ങൾ ഇത് അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഈ 5 പോയിന്റ് അല്ലെങ്കിൽ ഈ 5 പോയിന്റ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പേഷ്യന്റിന്റെ ഒരു എന്താ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാം? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ട്, പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് പരിചരണം മെച്ചപ്പെടുത്താനുള്ള എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻസും രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഇതും ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ട തന്ത്രങ്ങൾ, പേഷ്യന്റിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള തന്ത്രങ്ങൾ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. 2ാമത്തെ പോയിന്റ് ആണ് ടു നൗ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. നമ്മൾ ഇവിടെ പറഞ്ഞതില് 5 റീസൺസ് പഠിച്ചു. അതിൽ 2 പ്രൊവൈഡഡ് ടോപ്പ് ടയറിന്റെ ഫസ്റ്റ് റീസൺ കഴിഞ്ഞു. 2ാമത് പഠിക്കാൻ പോണതാണ് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, അല്ലെ? ടു നൗ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. എന്താ? ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ പെർഫോമൻസ് എങ്ങനെയെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളുടെ പെർഫോമൻസ്? അത് നമുക്ക് നോക്കാം. ടൈമില്ലേ? ടൈം ഉണ്ട്. ഇത് കൂടി നമുക്ക് നിർത്താം. എങ്ങനെയാണ് പെർഫോമൻസ്? It is necessary to keep a pulse on hospital staff performance at regular intervals. Happy staff will give better patient care. If patients are not satisfied with their visit, there is a possibility that patient will choose for services from another provider. Therefore, it is necessary to listen to the patient, which will make them feel strengthened. എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ട് it is necessary to keep a pulse on hospital staff performance regular intervals. എന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളില് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പ്രകടനത്തില് ആ ഒരു പെർഫോമൻസിൽ കൃത്യമായിട്ട് ഇന്റർവെൻഷൻ ഇടവിട്ട് അവരുടെ ആ ഒരു ജീവനക്കാര്, ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ ഒരു പെർഫോമൻസിൽ പൾസ് സൂക്ഷിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് പേഷ്യന്റിനെ എന്താ ഇടക്ക് പോയി TPR നോക്കണത് എപ്പോഴാണ്? രാവിലെ നോക്കും, ഉച്ചക്ക് നോക്കും, വൈകുന്നേരം നോക്കും. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നമ്മള് സാധാരണ ലെവലില് നോർമൽ ആയ ഒരു പേഷ്യന്റിന്റെ TPR നോക്കും. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും TPR എന്ന് പറയുന്നത് എന്താ? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അല്ലെ? അതിന്റെ കൂടെ ബ്ലഡ് പ്രഷർ നോക്കും. അത് രാവിലെ ചിലപ്പോ അത് എപ്പോഴും അല്ല, എന്നാലും നമ്മൾ നോക്കും. ഈ TPR ചാർട്ടിൽ നഴ്സുമാര് കൂടെ ചെയ്യണം. ഇതൊക്കെ ഈ TPR ചാർട്ടിലുള്ളതാണ് ഈ 3. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ എല്ലാ പേഷ്യന്റിനും നമ്മൾ ഇടക്ക് പോയി ഒന്ന് പൾസ് നോക്കാം, അല്ലെ? പൾസ് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് പതുക്കെ സൈലന്റ് ആയിട്ട് നമ്മൾ നോക്കും, അല്ലെ? പിന്നെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഇതിന്റെ ഹാർട്ടിന്റെ ഇടുപ്പ്, ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇറ്റ് ഈസ് നെസസറി ടു കീപ്പ് എ പൾസ് ഓൺ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ഈ ഇടക്ക് ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റാഫുകള് ഈ പേഷ്യന്റിന്റെ പൾസ് നോക്കണത്, അങ്ങനെ അത് നോക്കണത് അവരുടെ പെർഫോമൻസിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 1ാമത്തെ കാര്യമാണ്, അല്ലെ? അപ്പൊ ഇടക്ക് പോയി കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ ഇടവേള എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോകും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു ടൈം ഉണ്ട്, ടൈം ഷെഡ്യൂൾ ഉണ്ട് അവർക്ക്. എക്കത്തിനും എപ്പ ഇത് കൊടുത്തു, എപ്പ പൾസ് നോക്കി എന്നുള്ളത് കറക്റ്റ് ചാർട്ടില് രേഖപ്പെടുത്തണം. അപ്പൊ കൃത്യമായ ഇടവേളകളില് ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരുടെ പെർഫോമൻസ് എന്താ, അതിലെന്താ പ്രധാനമായിട്ട് ചെയ്യണ്ടേ? പൾസ്, പേഷ്യന്റിന്റെ പൾസ് സൂക്ഷിക്കണം. അവിടെ കറക്റ്റ് എഴുതി സൂക്ഷിക്കണം. ഓക്കെ, പിന്നെന്താ ചെയ്യണേ?
ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. ഹാപ്പി സ്റ്റാഫ് എന്ന് വെച്ചാൽ സന്തുഷ്ടരായ ജോലിക്കാര് മെച്ചപ്പെട്ട രോഗി പരിചരണം നൽകും. സന്തുഷ്ടരായെന്ന് വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ ആ ഒരു ഹോസ്പിറ്റലിലെ മുകളിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയാലും സ്റ്റാഫ് ആയാലും ഹാപ്പി ആയിട്ടാണെങ്കിൽ അവർക്ക് പേഷ്യന്റിന് എന്ത് കിട്ടും? വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. പേഷ്യന്റിന് നല്ല ബെറ്റർ ആയിട്ടുള്ള കെയർ കിട്ടും അല്ലെ? അപ്പൊ ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അത്രയേ ഉള്ളൂ അതിന്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഈ പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ദയർ വിസിറ്റ്സ് എന്ന് വെച്ചാല് രോഗികള് അവരുടെ ആ ഒരു വിസിറ്റില് തൃപ്തരല്ലെങ്കിൽ രോഗികൾ മറ്റൊരാളിൽ നിന്നുള്ള സേവനങ്ങൾ തിരഞ്ഞെടുക്കും. എന്ന് വെച്ചാൽ നമ്മളെ ഹാപ്പി ചാപ്റ്റർ നമ്പറൊക്കെ ഇപ്പൊ വന്നതായിരിക്കും. ചാപ്റ്റർ നമ്പറൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ക്ലാസ് കഴിയാനായപ്പോഴാണോ ചാപ്റ്റർ നമ്പർ ചോദിക്കണേ? ഇപ്പൊ കയറിയതാണല്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുത്ത്. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ ഇതിനെന്താ പറഞ്ഞേ? പേഷ്യന്റിന് നമ്മൾ പറഞ്ഞു നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റാഫ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അതാണ് പേഷ്യന്റിന് നമ്മളുടെ മനസ്സ് പോലെ. ചിലവരെന്താ വീട്ടില് വല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു നഴ്സ്, എക്സാമ്പിൾ പറയുക, വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ള ആ നഴ്സ് ഹോസ്പിറ്റലിൽ ചെന്ന് എന്തായിരിക്കും ആ നഴ്സിന് ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അതനുസരിച്ച് പേഷ്യന്റിനോട് പെരുമാറിയാൽ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഹാപ്പി ആയിട്ടിരുന്ന പേഷ്യന്റിന് നല്ല കെയർ കിട്ടും. ഈ പേഷ്യന്റ് നോട്ട് സാറ്റിസ്ഫൈഡ്, പേഷ്യന്റിന് അവിടെ തൃപ്തി അല്ലെങ്കിൽ പേഷ്യന്റിന് ഇഷ്ടപ്പെട്ടില്ല. ഈ നഴ്സ് എപ്പോ നോക്കിയാലും ഒരു ഇതാണ്, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഹാപ്പി അല്ല, അവർക്ക് എന്തെങ്കിലും അവര് നമ്മളെ നോക്കുന്നില്ല, കെയർ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ദയർ വിസിറ്റ് അവരെന്ത് ചെയ്യാം? വേറെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചൂസ് ഫോർ സർവീസ് ഫ്രം അനദർ പ്രൊവൈഡർ. വേറെ പോസിബിലിറ്റി ഉണ്ട്, അവർക്ക് സാധ്യത ഉണ്ട് അല്ലേ? എന്ത് സാധ്യത ഉള്ളേ? അവര് വേറെ ഹോസ്പിറ്റലിൽ പോകും. ഇതല്ലെങ്കിൽ അവർക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അത്ര റിക്വസ്റ്റ് എഴുതി വേറെ ഹോസ്പിറ്റലിൽ പോകും. നമുക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഇടക്കിടക്ക്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ അവർ ഇടക്കിടക്ക് വന്നുകൊണ്ട് പൾസ് ഒക്കെ നോക്കി കൃത്യമായ ഇടവേളകളിൽ അത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? Therefore necessary to listen to the patient which will make them feel strengthened. എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ഇടക്ക് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രോഗികളെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ശ്രദ്ധിക്കാം. ലിസൺ ടു ദ പേഷ്യന്റ് ആവശ്യമാണ്. എന്താ? പേഷ്യന്റിന് വേറെ ഹോസ്പിറ്റലിൽ പോകണം, ഇവർക്ക് ഇഷ്ടമായില്ല എന്ന് പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പേഷ്യന്റിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാം. അത് അവർക്ക് എന്ത് കിട്ടും? അവരെ ശക്തിപ്പെടുത്തും. വിച്ച് വിൽ മേക്ക് ദം ഫീൽ സ്ട്രെങ്തൻഡ്. അവർക്ക് അതൊരു എനർജി കിട്ടും, ഒരു സന്തോഷമായിരിക്കും. എനിക്ക് തോന്നിയതായിരിക്കും ഒരു കുഴപ്പമില്ല അല്ലെ? അപ്പൊ അങ്ങനെ രീതിയിൽ. അപ്പൊ പേഷ്യന്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകും. അതില്ലാതിരിക്കാനായിട്ട് അവരെ കൂടെ നിന്ന് അവർ നല്ല ഇടക്കിടക്ക് കൃത്യസമയത്ത് പൾസ് നോക്കി ഹാപ്പി ആയിട്ടിരിക്കുക. അവർക്ക് സ്റ്റാഫ് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ലിസൺ ടു ദ പേഷ്യന്റ്. അവർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ വിച്ച് വിൽ മേക്ക് ദം ഫീൽ സ്ട്രെങ്തൻഡ്. അപ്പൊ പേഷ്യന്റ് എങ്ങനെയായിരിക്കും? അപ്പൊ അവര് നല്ലതായിട്ട് ഹെൽത്തി ആയിട്ടും ശക്തിപ്പെട്ടിരിക്കുന്ന ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ട്യൂൺ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫില് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? അതിലും ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 5 പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 പോയിന്റ് എന്താ 5 പോയിന്റില് പറയണത്? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ 5 പോയിന്റും ക്വസ്റ്റ്യൻസും അത് തന്നെ. അത് ടോട്ടൽ സർവീസ് കൊടുക്കാനായിട്ടുള്ള 5 കാര്യങ്ങൾ. വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞത് എന്താ? ഇംപ്രൂവ് ചെയ്യാൻ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? ജീവനക്കാരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അത് കൂട്ടാനായിട്ട് ഹോസ്പിറ്റൽ ആദ്യം എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റാഫിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞത് പേഷ്യന്റ് കെയർ സർവീസ് വർദ്ധിപ്പിക്കാൻ. നിങ്ങൾക്ക് മാറിപ്പോവരുത്. പേഷ്യന്റ് ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ വേണമെങ്കിൽ. പേഷ്യന്റ് കെയർ സർവീസ് വർദ്ധിപ്പിക്കാനാണ് ഹോസ്പിറ്റലുകാർ ഇവിടെ ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം?
ചോദ്യം മാറരുത്. ഇവിടത്തെ സ്റ്റാഫിന്റെ കാര്യമാണ് പറയണേ. സ്റ്റാഫിന് നല്ല ഇമ്പ്രൂവ് ആയാലല്ലേ അത് പേഷ്യന്റിന് കിട്ടുള്ളൂ. അപ്പൊ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? അതാണ് ഇവിടെ പറഞ്ഞത്. 5 പോയിന്റ്. ഒന്നാമത്തെ എന്താ? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. ഫസ്റ്റ് എന്താ? അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി പ്രവർത്തനക്ഷമവും സൗഹൃദപരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാം. അപ്പൊ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി, സ്റ്റാഫിന്റെ കാര്യമാണ് ഈ പറയണത്. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. പേഷ്യന്റ് അല്ല ഇവിടെ വന്നത്, സ്റ്റാഫ്, ഓൺലി സ്റ്റാഫ് മാത്രം. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ എന്താ? സ്റ്റാഫിന്റെ കാര്യം. സ്റ്റാഫിന് നല്ല അന്തരീക്ഷം കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് പ്രവൃത്തി ചെയ്യാനായിട്ട്, അവർക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുക. ജനറേറ്റ് വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. അപ്പൊ ജീവനക്കാർക്ക് എന്ത് വേണം? ജീവനക്കാർക്ക് വേണ്ടി പ്രവർത്തനക്ഷമവും സൗഹൃദപരവുമായ അന്തരീക്ഷം. നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റണതും നല്ല സൗഹൃദമായിട്ടിരിക്കാം, അവരോട് നല്ല കൂട്ടായിട്ടിരിക്കാം സ്റ്റാഫിനോട്, അല്ലെ? അവിടെ മോളിൽ ആരാണെന്ന് വെച്ചാൽ അവരോടുള്ള ആ ഒരു ഇത് കൂടാതെ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്, ഓരോ സ്റ്റാഫിനോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് അന്തരീക്ഷം അവർക്ക് റെഡിയാക്കി കൊടുക്കാം. എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. എന്താ നെക്സ്റ്റ്? രണ്ടാമത്തെ പോയിന്റ്, ഹോസ്പിറ്റൽ ജീവനക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് എൻഷുർ ചെയ്യാം, ഉറപ്പാക്കാം. അപ്പൊ ഹോസ്പിറ്റലുകാര് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണം, അല്ലെ? ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കൊണ്ട് മാത്രം കുറെ പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് മാത്രം കറക്റ്റ് 8 മണിക്ക് വന്നു, രാത്രി പോയി, എത്രയും വൈകി പോയി, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കരുത്. മാനേജ്മെന്റിന്റെ കാര്യം പറയണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം. അവരെന്തായിരിക്കണം? അവരോട് അവരുടെ കാര്യങ്ങൾ ഇവർ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ടോ, ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഹോസ്പിറ്റലുകാര് ശ്രദ്ധിക്കുക. അവര് എന്ത് വേണം? ഉറപ്പാക്കണം. മൂന്നാമത്, കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്താ? ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സംതൃപ്തി, അതിന്റെ സർവേ നടത്തുക. എങ്ങനെയാണ് അവർക്ക് ഹാപ്പി ആണോ, അവരെങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ സർവേ ചെയ്യാം. ഹോസ്പിറ്റലുകാർ വേണം അത് സർവേ ചെയ്യാൻ. നമ്മളിവിടെ മുന്നേ പഠിച്ചു സർവേ എന്തൊക്കെ വേണം എന്നല്ലേ? അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ ഹോസ്പിറ്റലുകാർ സർവേ ചെയ്യണം. പേഷ്യന്റിന്റെ കാര്യങ്ങൾ, പേഷ്യന്റ് അവിടുത്തെ സ്റ്റാഫിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, അവര് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ സർവേ നടത്തണം. ആരാ? ഹോസ്പിറ്റലുകാർ നടത്തണം. മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദയർ പെർഫോമൻസ്. എന്താ? എന്തെങ്കിലും പെർഫോമൻസ് കൂട്ടാനായിട്ട് പെർഫോമൻസ് നടത്തുന്നവർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പെർഫോമൻസ് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ മോട്ടിവേഷൻ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് എന്ന് വെച്ചാൽ അവിടെ പെർഫോമൻസ് ഇല്ല, ആക്ടിവേഷൻ ഇല്ല, ഒരു ഒന്നിലിടപെടാണ്ട് സ്റ്റാഫ് ആയാലും അവര് വരാ ജോലി ചെയ്യാ, ആരോടും മിണ്ടില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അവരെ പെർഫോമൻസ് കൂട്ടാനായിട്ട്, അവരെ ആക്റ്റീവ് ആക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വെച്ചാൽ മികച്ച പെർഫോമർക്ക് എന്ത് കൊടുക്കണം? എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കാം, ഒരു അവാർഡ് പോലെ, അല്ലെ? നല്ല ഇവിടെ നമ്മള് ഒരു വർഷമൊക്കെ എത്തുമ്പോൾ ഹോസ്പിറ്റലില് അവിടെ എന്തെങ്കിലുമൊക്കെ ആനുവൽ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നടത്തണം. ഇത്രയും നാൾ വർക്ക് ചെയ്തു, സ്റ്റാഫിനോട് നല്ല രീതിയിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് റിവാർഡ് കൊടുക്കാം ഇയർലി ലാസ്റ്റ് ഒക്കെ, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം? ഹോസ്പിറ്റലുകാർ ചെയ്യണം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്യേണ്ട 5 പോയിന്റ് ആണ് പറഞ്ഞത്, മാറിപ്പോവരുത്. അപ്പൊ ഫസ്റ്റ് തന്നെ അവിടുത്തെ നല്ല വർക്ക് ചെയ്യണം, നഴ്സുമാരെ കണ്ടുപിടിക്കുക, അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ റെഡിയാക്കി കൊടുക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞത് അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തുക. മൂന്നാമത് പറഞ്ഞത് അവിടുത്തെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് തൃപ്തിയാവണം. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് അല്ല, എംപ്ലോയീസ് അവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സർവേകളൊക്കെ ഹോസ്പിറ്റലുകാർ എടുക്കണം. പിന്നെന്താ? മോട്ടിവേറ്റ് കൊടുക്കുക. അവിടെ പെർഫോമൻസ് ചെയ്യാണ്ട് ഒരു ആക്റ്റീവ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസിനുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യാം. റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും നല്ല പെർഫോമൻസിന് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക. ഈ 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എല്ലാവരും 5 പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം ഒരു 5 പോയിന്റ് പറഞ്ഞു, പിന്നെ ഒരു 5 പോയിന്റ് പറഞ്ഞു. ആ ഈ 5 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ കൊടുത്തേക്കണേ? ഇത് തന്നെ പിക്ചർ ആയിട്ട് കൊടുത്തേക്കണേ, സെയിം തന്നെയാണ്.
ഇതിന്റെ സ്ട്രാറ്റജി, ഇതിന്റെ തന്ത്രങ്ങൾ, ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റിയുടെ കാര്യങ്ങൾ അല്ലെ, സ്റ്റാഫിന്റെ കാര്യമാണ് മക്കളെ, മാറിപ്പോവരുത്. പേഷ്യന്റ് അല്ല അപ്പുറത്ത് പറഞ്ഞത്, ഒന്നാമത്തെ പറഞ്ഞത് പേഷ്യന്റ്, രണ്ടാമത് പറഞ്ഞത് സ്റ്റാഫാണ്. മാറരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സ്റ്റാഫിന്റെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങള് നേരത്തെ പഠിച്ച 5 പോയിന്റ് സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്, എന്താ, തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുക. 1 വേർഡിൽ പറ്റും. ഈ 5 നിങ്ങൾ പഠിച്ചാൽ മതി. മറ്റേ 5 കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ 5 പഠിച്ചാൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ ഈ 5 ഒന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുക. രണ്ടാമത് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. എന്താ, സ്റ്റാഫ് അംഗങ്ങളോട് ബഹുമാനത്തോടുകൂടി പെരുമാറുക. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു. രണ്ടാമത് ഇവിടെ എന്താ പറഞ്ഞേ, അണ്ടർസ്റ്റാൻഡ് ദയർ റെസ്പോൺസിബിലിറ്റി. അവരുടെ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ രണ്ടാമത് പറഞ്ഞത് എന്താ, ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. അവിടുത്തെ സ്റ്റാഫിന് വേണ്ട ബഹുമാനങ്ങൾ കൊടുക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മുകളിൽ നിന്നും കൊണ്ട് എന്റെ താഴെ ജോലി ചെയ്യാനാണെന്ന് പറഞ്ഞ് റെസ്പെക്ട് കൊടുക്കാതിരിക്കരുത്. അവിടെ എത്ര വന്നാലും പേഷ്യന്റ് അവരുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഉള്ളൂ അല്ലെ. ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഉള്ളൂ, പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ ഉള്ളൂ. അപ്പൊ ഹോസ്പിറ്റലില് അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. ഇടക്കിടക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിൽ പറയാത്ത പോയിന്റ് ആണ് ഇതിലുള്ളത്. അപ്പൊ നിങ്ങളെ 5 എന്തായാലും 4 ഓപ്ഷനല്ലേ ഉള്ളൂ. MCQ ക്വസ്റ്റ്യനെ വരുള്ളൂ. അപ്പൊ 4 ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇതിൽ ഏതെങ്കിലും 3 നിങ്ങളോട് ചോദിക്കാം. ഓക്കെ. അപ്പൊ പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. ഇടക്കിടക്ക് പോയിട്ട് അവരുടെ ഫീഡ്ബാക്ക് നോക്കണം. അവരുടെ കാര്യങ്ങള് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങള് കൊടുക്കണം. ടു എംഫറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. എന്താ, അവരോട് നമ്മൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും പെർഫോമൻസ് നടത്തുന്നവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫോമൻസിന് റിവാർഡ് കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നോൺ പെർഫോമൻസ്, അവിടെ പെർഫോമൻസ് ഇല്ലാത്തവർക്ക് മോട്ടിവേറ്റ് കൊടുക്കുക. അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് എന്താ വേണ്ടത്. അവിടെ പലതരത്തിലുള്ള സ്റ്റാഫ് ആയിരിക്കും, പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. സ്റ്റാഫിന്റെ കാര്യമാണ് പറയണത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഓക്കെ. അപ്പൊ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയോ പെർഫോമൻസ് നടത്താത്തവരെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യാം. 5ാമത്തെ പോയിന്റ് അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞില്ലേ റിവാർഡ് കൊടുക്കാം, അത് തന്നെയാണ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. മികച്ച പ്രകടനം നടത്തുന്നവരെ നമ്മൾ അംഗീകരിക്കാം അല്ലെ. നല്ലത് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് പറയാ, അത് നന്നായിട്ടാ അല്ലെ. അപ്പൊ അതുപോലെ നല്ല മികച്ച പ്രകടനം നടത്തുന്നവരെ അംഗീകരിക്കുകയും അതിന് റിവാർഡ് കൊടുക്കുകയും വേണം. റിവാർഡ് എന്ന് വെച്ചാൽ ആനുവലി പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാഫ് എന്നുള്ള നിലക്ക് അവർക്കുള്ള അംഗീകാരങ്ങൾ കൊടുക്കാം. അപ്പൊ ഈ പോയിന്റുകൾ മാറരുത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനുള്ളത്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് എന്താ, സ്റ്റാഫിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റാഫിന്റെ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഇത്ര എടുത്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഓക്കെ. വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഞായറാഴ്ച കാണാം.